ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ശ്രീലങ്കയിൽ ചൈന വളരെ സൂക്ഷ്മമായി കൃത്യമായി ഇടപെടുന്നു. അവിടുത്തെ സർക്കാരും ചൈനയോട് വളരെ ഉദാരമായ സൗഹാർദ്ദപരമായ സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് ചൈനയുമായി അടുക്കുന്നു എന്നത് മാത്രമല്ല, പലതരത്തിലും പാകിസ്ഥാൻ്റെ സമീപനങ്ങളോട് ഏതാണ്ട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് സംശയിക്കത്തക്ക സാഹചര്യം നിലവിലുണ്ട്. അപ്പുറത്ത് നേപ്പാളിൻ്റെ കാര്യം എടുത്താൽ ചൈന വളരെ കൃത്യമായി നേപ്പാളിൽ ഇടപെടുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം, അതായത് ഏതെങ്കിലും ഒരു തട്ടത്തിൽ ഇപ്പോൾ ശത്രുരാജ്യം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങൾ പലതരത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്ന സ്ഥിതി ഉള്ളപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ തന്ത്രപരമായ ഒരു സമീപനം ഈ കാര്യത്തിൽ സ്വീകരിച്ചാൽ മതിയാവും. മാത്രമല്ല, ചരിത്രപരമായ ബന്ധം അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്കുണ്ട്. അത് കുറേ കൂടി മുമ്പായിരുന്നെങ്കിൽ അതിനേക്കാൾ ദൃഢമായ ഒരു ബന്ധം, അതായത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു കാലം ഒക്കെ എടുത്താൽ ആ സമയത്ത് അന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം സോവിയറ്റ് യൂണിയനുമായി അത്രയും അടുത്ത് നിന്നിരുന്ന ഭരണകൂടമാണ്. ഇന്ത്യക്കും വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം അതിനുശേഷം സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം മൊത്തം ഈ സമവാക്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ്റെ വലിയ ഇടപെടലുണ്ടാകുന്നു, അവരുടെ ഭരണകൂടം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ ഏതാണ്ട് പൂർണ്ണമായും താലിബാനെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ തന്നെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ അതിനുശേഷം അവിടെ ജനാധിപത്യ സർക്കാർ വരുമ്പോൾ അവിടെ കൃത്യമായി ഈ ചൈനയെയും പാകിസ്ഥാനെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഇടപെടൽ ഇന്ത്യ ആ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് താലിബാൻ്റെ ഒരു സമീപനം എന്തായിരിക്കുമെന്നുള്ള സംശയത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ പാകിസ്ഥാനുമായി താലിബാൻ ശത്രുതയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യക്ക് അവിടെ അടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. പിന്നെ ട്രംപിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും ഈ അമേരിക്കയുടെ ചരിത്രം എടുത്തു ചോദിച്ചാൽ നമ്മൾ പല ആവർത്തി മുമ്പും പറഞ്ഞതാണ്, പല യുദ്ധങ്ങളും പല രാജ്യങ്ങളെയും ഭീകര രാഷ്ട്രങ്ങളാക്കിയത് അമേരിക്കയാണ്. അങ്ങനെ ബ്രാൻഡ് ചെയ്ത് കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ലിബിയയിലായാലും ഇറാഖിലായാലും ഒക്കെ ഈ കുഴപ്പം ഒപ്പിച്ചിരുന്നത് അമേരിക്കൻ ഭരണകൂടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് സീരീസ് ഇത് പറയുന്നുണ്ട് കേട്ടോ. അതായത് അതിനകത്ത് CIA ഒരു ഏജന്റായിട്ടുള്ള സ്ത്രീ, CIA ഒരു ഉദ്യോഗസ്ഥയുടെ സ്ത്രീ, പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, അതിനകത്ത് ക്യാരക്ടർ മീൻസ് അവർ ഉള്ള ആളാണ്. അവർ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾ ഈ ഒസാമ ബിൻ ലാദനാണെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അയാളുടെ ഹിസ്റ്ററി എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ നിന്നിരുന്ന ആളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യായിരുന്ന ആളാണ് പിന്നീട് ഞങ്ങൾക്കെതിരായിട്ട് മാറിയത് എന്നത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്ക പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് ഒരു ഘട്ടത്തിൽ തിരിച്ചടിയായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ തീവ്രമായി മത ഭീകരവാദം എന്ന നിലയിലേക്ക് അത് മാറുമ്പോഴാണല്ലോ അത് ഈ കോൺഫ്ലിക്റ്റ് പിന്നെ അത് വേറൊരു തലത്തിലേക്ക് വളരുന്നത്.